എത്ര സത്യം അറിയുന്നു, പ്രണയത്തിലാവുമ്പോൾ എല്ലാം പുതിയതാ. സന്തോഷം മാത്രം നിറഞ്ഞ ഒരു പുതിയ ലോകത്തിലാണ് അപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് സീനത്ത. ലവ് മേക്സ് us ബ്ലൈൻഡ്. ചുറ്റുമുള്ള വിഷമങ്ങൾ കാണിക്കാതെ ഒരു പ്രണയം നമ്മളെ പുതിയ ആളാക്കും എന്ന് ദീപിക പറഞ്ഞിട്ടുണ്ട്. സെറീൻ പറഞ്ഞു, ഇനീഷ്യൽ ഡേയ്സിലാണ് ഒരു പ്രണയത്തിൽ നമുക്ക് മാക്സിമം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. ആ സമയത്തെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കൊച്ചു കഴക്ക് കടന്നു വരുമ്പോഴത്തേനും കുറച്ച് ബ്യൂട്ടി കുറയുമെന്ന്. പിന്നെ വിനയ് പറഞ്ഞു, പ്രണയം നമ്മളെ വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകും. ട്രൂ ലവ് ആണെങ്കിൽ ആ ലോകം എല്ലാ ദിവസവും കൂടുതൽ ഭംഗി വെച്ച പോലെ തോന്നുന്നു. വെരി ട്രൂ. ഇതുപോലെ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അയക്കണമെന്നില്ലേ? ഒരു പാട്ട് വേണ്ടേ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ചോദിച്ചോളൂ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എന്നോട് ചോദിച്ചാൽ ഞാനതേ പറയുള്ളൂ, പ്രണയത്തിലാവുമ്പോൾ എല്ലാം മനോഹര. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നേരത്തെ പറഞ്ഞില്ലേ, പ്രണയത്തിലായി കഴിയുമ്പോൾ ചുറ്റുമുള്ളെല്ലാം സുന്ദരമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? അത് കാര്യങ്ങൾ സുന്ദരമാവുന്നതിൻ്റെ അല്ല, നമ്മുടെ കാഴ്ചപ്പാട് ചേഞ്ച് ചെയ്യാം. അതുവരെ ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും കാണത്തില്ല. കോളേജിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും കാണില്ല. എന്നാൽ പിന്നെ ഉള്ളിയും തോന്നാ, എഴുന്നേക്കണം, അയാളോട് സംസാരിക്കണം, അയാളെ കാണണം. എഴുന്നേറ്റ് കഴിഞ്ഞ് ഏറ്റവും ആദ്യം നോക്കുന്നത് എന്താ? മൊബൈലിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഒരു മിസ് കോൾ ഉണ്ടോ? ഇല്ലേ? പിന്നെ എങ്ങനെ ചുറ്റുള്ളത് മനോഹരമായിട്ട് തോന്നാതിരിക്കും? രാവിലെ തന്നെ സന്തോഷത്തോടെ എഴുന്നേക്കുന്നത്. ആ സന്തോഷത്തോടെ പുറത്തോട്ട് നോക്കുമ്പോൾ അത് നല്ലതായിട്ടല്ലേ തോന്നത്തുള്ളൂ. സോ ഐ ഡു തിങ്ക് and conclude that love makes us feel beautiful and see things differently, and we see a very beautiful world outside. അല്ലേ? ആണോ? ആണെന്നേ. Stay tuned to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. റീനു ഒരു ഫെമിനിസ്റ്റ് ആണോ? എൻ്റെ ഈശ്വര, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഇതുപോലൊരു ചോദ്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനൊരു ഫെമിനിസ്റ്റോ? എനിക്ക് എൻ്റേതാവുന്ന സ്ട്രോങ് പോയിന്റ്സും വാല്യൂസും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെമിനിസ്റ്റിൻ്റെ കൂടെ കൂട്ടണ്ട. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചേക്കാം, ഞങ്ങൾ പെൺപിള്ളേർ പാവങ്ങൾ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ അങ്ങനെ തോന്നിയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ ആമ്പിള്ളേരുടെ സൈഡും ഇഷ്ടം പോലെ പറയാറുണ്ടല്ലോ. എൻ്റെ കുറ്റം പറയുന്നു. പിന്നെ അടുത്ത പാട്ട് റിമോസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാ വനഖ എന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് വെച്ചേട്ടോ. പിന്നെ ശിവയും നന്ദുവും ഒരു മെസ്സേജ് അയച്ചേക്കാം. വി ആർ ഇൻ ലവ്. ഞങ്ങളെ ഇഷ്ടം വീട്ടിൽ പറഞ്ഞു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധം ഡ്രോപ്പ് ചെയ്യുക. ഇറ്റ്സ് പെയിൻഫുൾ. ലവ് ബൈറ്റ്സിൽ ഒരു ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ? വേണല്ലേ? ഒരു ദിവസം ആവാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ടൺ കണക്കിന് മനോഹരമായ പ്രണയ ഗാനങ്ങൾ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. I used to dream of eyes so blue and loving arms to hold me. I used to dream of heroic nights and how gracious they would be. I used to dream of fairy tales. How wondrous would they be? I used to dream of storybooks, all patterned after me. I used to dream of a lot of things, but the moment I met you, I immediately stopped dreaming because all of my dreams came true. I love you, Tina. ടീന എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാൾ തന്ന ഒരു ലവ് പോയമാണ്. ഇതുപോലെ ഇനി എനിക്ക് അയച്ചു തരണം കേട്ടോ. എല്ലാ ലവേഴ്സിനോടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് റീനു സൈൻ ഓഫ് ചെയ്യാം. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.